ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഫോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് ഏതായാലും കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് ഇന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഗോൾഡ് നിലവിൽ ഇപ്പോൾ 3531 എന്നൊരു നിലയിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, സ്വർണത്തിന്റെ കേസിൽ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്തത് കഴിഞ്ഞ 11 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തുടർച്ചയായിട്ട് സ്വർണത്തിൽ നേട്ടം കിട്ടിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഷോർട്ട് ടേം ആയിട്ടുള്ള ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഓവർ ബോട്ട് സോണിലോട്ട് സ്വർണം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3550 ലെവലിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, നമുക്കിനി ക്രൂഡിലോട്ട് വരുമ്പോൾ ബ്രെൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടുവെന്ന രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. WT ക്രൂഡ് നോക്കുമ്പോൾ ഫ്ലാറ്റ് പോസിറ്റീവായ നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഒത്തിരി മാസങ്ങളായിട്ട് നമുക്ക് സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ ഒരു 8 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നേരിയ തോതിലെങ്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡിന്റെ കേസിൽ നമ്മൾ വീണ്ടും ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $65 മുതൽ $66 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് $67 ലെവലിലാണ് കാണുന്നത്. 67ന്റെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സാർ, US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്ന ഡൗ ജോൺസ് ഇന്നലെ അല്ലെങ്കിൽ ഒരു 0.5% മുകളിലേക്ക് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ S&P 500 നാസ്ഡാക്കിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇന്നലെ US മാർക്കറ്റിൽ ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രധാനമായും ടെക്നോളജി സ്റ്റോക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലൊക്കെ ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു US മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. താങ്കളുടെ നിലവിലത്തെ ഒരു എക്സ്പെക്റ്റേഷൻ US മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ്? വിഷ്ണു, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 10 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു നമുക്ക് ഒരു ഓൾ ടൈം ഹൈ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 45,600 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പുതിയൊരു ഓൾ ടൈം ഹൈ വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില ബാങ്കിങ് സ്റ്റോക്സ് ലൈക്ക് സിറ്റി ബാങ്ക്, JP മോർഗൻ, ഇതിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് ഓഫ് അമേരിക്കയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് അമേരിക്കയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $51 ലെവലായിരിക്കും. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 22,800 പോയിന്റ് ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു നേട്ടം കിട്ടണമെങ്കിൽ നമ്മൾ 23,600 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിൽ എടുത്തു പറയാനുള്ള 2 സ്റ്റോക്സ് നാസ്ഡാക്ക്, ഒന്ന് ടെസ്ല, രണ്ടാമത്തെ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. ഈ 2 സ്റ്റോക്കിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സാർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ തുടക്കം നമ്മളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കണ്ടതെങ്കിൽ ഇന്നലത്തെ ഒരു എക്സ്പയറി ഡേറ്റിൽ മാർക്കറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി 50 ഇന്നലെ രേഖപ്പെടുത്തിയ ഏകദേശം 45 പോയിന്റ് ഇടിവായിരുന്നു. 24,579 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 1 hour ക്യാൻഡിൽ നോക്കുമ്പോൾ തുടക്കം ഒരു നേരിയ അപ്സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് ഒരു സൈഡ് വേസിൽ മൂവിന് ശേഷം ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1 മണിക്ക് ശേഷം വലിയ രീതിയിലൊരു സെല്ലിംഗ് പ്രഷറോടുകൂടി മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഇന്നലത്തെ ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു സജഷനും അല്ലെങ്കിൽ ഒപ്പീനിയനും ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെ കൂടിയാണെന്ന് പറയാമോ? വിഷ്ണു, നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും നമുക്ക് ജൂൺ 30 ആയിരുന്നു ഒരു മേജർ ടോപ്പ് കാണാൻ സാധിച്ചത്. ആ ഒരു ടോപ്പ് 25,669 പോയിന്റിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ദ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 24,300 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ
നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല സാധ്യതയുണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഈ ആഴ്ച അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 24,800 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. സാർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ 53,661 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 341 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലൊരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും ഇന്നലെ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു സെല്ലിംഗ് പ്രഷറോടുകൂടിയുള്ളൊരു താഴോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ജൂൺ മാസത്തിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റിയെ അപേക്ഷിച്ച് ദിസ് ഇസ് ബീൻ അണ്ടർ പെർഫോമിങ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി ഹെവി വെയ്റ്റ്സിലുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം 52,800 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. നൗ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് സ്മോൾ ക്യാപ്പ് PSU ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആൻഡ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലും നമുക്ക് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഷോർട്ട് ടേം ട്രേഡിംഗ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റോക്സും നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ലിസ്റ്റിൽ വെച്ചിരിക്കണം. സാർ, നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളൊരു സ്റ്റോക്ക് JSW സിമൻറ്റ് ലിമിറ്റഡ് ആണ്. ഏതായാലും ഇന്നലെ നോക്കുമ്പോൾ 1% ഒരു നേട്ടത്തിലാണ് സ്റ്റോക്ക് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. 153 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയുടെ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഓഹരിയെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്പനിയുടെ ഒന്നാം പാദഫലം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും വരുമാനത്തിൽ 7.8% ഉയർച്ചയിൽ 1,560 കോടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നഷ്ടം 15 കോടിയിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും 1,356 കോടിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി ഏതായാലും ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിപ്പോൾ ടെക്നിക്കലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, JSW സിമന്റ് ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ജൂലൈ മാസത്തിലായിരുന്നു ഇതിന്റെ ലിസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒത്തിരി ഡേറ്റ നമുക്ക് ലഭ്യമല്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 159 ഇതിന്റെ ലോ ലെവലായിട്ടുള്ള 144 ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, അടുത്ത ഇന്നൊരു വാർത്തയിലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡസ് ടവർ ലിമിറ്റഡ് ആണ്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 2.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 329 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് ആഫ്രിക്കയിലേക്ക് ബിസിനസ് വ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നൈജീരിയ, ഉഗാണ്ട, സാംബിയ എന്ന ഈ രാജ്യങ്ങളിലൊക്കെ കമ്പനി ഒരു ബിസിനസ് വ്യാപിപ്പിക്കും എന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ഇൻഡസ് ടവറിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ലെവൽ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു, ഇൻഡസ് ടവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 320 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തൊരു ഓഹരി എന്ന് പറയുന്നത് എക്സൈഡ് ഇൻഡസ്ട്രിയാണ്. എക്സൈഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 1%ലേക്ക് അടുത്തൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 416 എന്നൊരു നിലയിലാണ് ഇന്നലെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസങ്ങളിലെ ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ നേരിയ തോതിലൊക്കെ ഒരു നേട്ടമാണ് നമുക്ക് കഴിഞ്ഞ മാസത്തിൽ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ പോലെയുള്ള രീതിയിലുള്ളൊരു ട്രേഡിങ്ങുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസിൽ എന്താണ്? എക്സൈഡ് ഇൻഡസ്ട്രി കഴിഞ്ഞ ഓഗസ്റ്റ് 14 ആയിരുന്നു നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് ബോട്ടം നൽകിയ. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 424 അതിനുശേഷം 432 ആയിരിക്കും. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഇനിയൊരു ഓഹരി ചോദിക്കാനുള്ള സുന്ദരം ക്ലേറ്റൺ ലിമിറ്റഡ് ആണ്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 1.27% നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. 1,701 എന്നൊരു പ്രൈസാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ നോക്കുമ്പോൾ ഈ ഒരു ഓഹരി ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്?
അൺഫോർച്ചുനേറ്റ്ലി സുന്ദരം ക്ലേറ്റന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് 1600 ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കാണാൻ സാധിക്കുമെന്ന്. ബട്ട് നമുക്കൊരു കൺഫർമേഷൻ ലഭ്യമാണെങ്കിൽ 1880 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1600 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, അടുത്തത് കോൾ ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.5% മുകളിലേക്ക് ഒരു നേട്ടത്തിൽ 380 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജനുവരി തൊട്ട് നോക്കുമ്പോൾ കാര്യമായൊരു മുന്നേറ്റമൊന്നും സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതൊരു കൺസോൾട്ടേഷൻ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കോൾ ഇന്ത്യയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് 360 വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ലെവലിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 4% അടുത്തേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിരുന്നു. 1738 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ നമുക്ക് നേരിയ തോതിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8% നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ജൂൺ മാസത്തിന് ശേഷം വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് നിഫ്റ്റി 50യോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. നമ്മൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 1840 മുതൽ 1880 ആ റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ട്രെൻഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ട്രെൻഡ് ഇന്നലെ നോക്കുമ്പോൾ 0.5% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. 5412 സ്റ്റോക്കിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒക്ടോബർ 2024 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഇടിവാണ് സ്റ്റോക്കിൽ പല മാസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 27% ഒരു ഇടിവ് ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ട്രെൻഡിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? ട്രെൻഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമ്മുടെ റഡാറിൽ കൊണ്ടുവരണം. 5620 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 6300 ആൻഡ് ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, ഇനി അറിയേണ്ടത് നമുക്ക് ചില ഷുഗർ സ്റ്റോക്കുകളെ പറ്റിയാണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ പല രീതിയിലുള്ള ഒരു വാർത്തകൾ, അല്ലെങ്കിൽ മാർക്കറ്റ് എസ്പെഷ്യലി നമ്മൾ പറയുമ്പോൾ ഷുഗറിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷുഗർ സിറപ്പിൽ നിന്നൊക്കെ എത്തനോൾ നിർമ്മിക്കാൻ രീതിയിലുള്ള ഒരു അനുമതി ലഭിച്ചു എന്ന രീതിയിലൊക്കെ ഒരു വാർത്ത ഇന്നലെ മാർക്കറ്റിൽ നിറഞ്ഞു നിന്നതിനെ തുടർന്ന് ഇന്നലെ പല ഷുഗർ സ്റ്റോക്കിലൊക്കെ മികച്ചൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രേണുക നോക്കുമ്പോൾ ഏകദേശം 12% ഒരു നേട്ടം രേഖപ്പെടുന്ന നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ്വാരകേഷ് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ 11% നേട്ടം കണ്ടു. കൂടാതെ ബജാജ് ഹിൻഡിലൊക്കെ 4% ഒരു നേട്ടമാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. ഷുഗർ സ്റ്റോക്കുകളിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഷുഗർ സ്റ്റോക്കുകൾ ഇപ്പോഴും ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഷുഗർ സ്റ്റോക്സിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് മിക്ക ഷുഗർ കമ്പനികളുടെയും ഫൈനാൻഷ്യൽസിൽ വളരെ മികച്ചതല്ല. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഷുഗർ സ്റ്റോക്സിലും കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഷുഗർ സ്റ്റോക്സിൽ നമ്മൾ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നമ്മൾ EID പാരി ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് EID പാരിയുടെ കേസിൽ തന്നെ ജൂലൈ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ തുടർച്ചയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി കാണുന്നു. സോ we have to wait. ഈ ഒരു ഇൻഡസ്ട്രിയിൽ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല.
സാറിന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 1% മുകളിലേക്ക് ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 220 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർച്ചിന് ശേഷം ഈ ഒരു ഓഹരി നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നേട്ടം നോക്കുമ്പോൾ ഏകദേശം 50% മുകളിലേക്ക് ഒരു നേട്ടം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 207 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 230 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് ഈ നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. 0.73% നേട്ടത്തിൽ 82 എന്നൊരു പ്രൈസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2024 ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇൻഷുറൻസ് ഓഹരികൾ ഇപ്പോൾ നിലവിലുണ്ടോ? നിവ ബോപ്പയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 78 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 92 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഇൻഷുറൻസ് സ്റ്റോക്സിലൊന്നും എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സാറിനെ അറിയേണ്ടത് പ്രിക്കോളിൻ്റെ ഒരു വ്യൂ ആണ്. പ്രിക്കോൾ നോക്കുമ്പോൾ 0.32% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 475 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ കാര്യമായൊരു മുന്നേറ്റമില്ലാതെ ഒരു റേഞ്ച് ബൗണ്ട് രീതിയിലുള്ള ഒരു മന്ത്ലി ട്രേഡിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയിൽ താങ്കളുടെ നിലവിലത്തെ ടേക്ക് എന്താണ്? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാ. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി മാസങ്ങളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ആദ്യത്തത് ഇതിൽ ട്രേഡിംഗ് വോള്യൂം കാര്യമായിട്ടില്ല. സെക്കൻഡ്ലി ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ പൊസിഷൻ ഉണ്ടെങ്കിൽ 415 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് ഗബ്രിയലാണ്. ഗബ്രിയൽ ഇന്ത്യ നോക്കുമ്പോൾ ഇന്നലെ 2.9% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഏപ്രിലിന് ശേഷം വലിയൊരു കുതിപ്പാണ് ഓഹരി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിലിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ 100% മുകളിലേക്കൊരു നേട്ടം ഗബ്രിയൽ ഇന്ത്യ നൽകിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും ഒപ്പം ഈ ഒരു മുന്നേറ്റത്തെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യണോ? ഗബ്രിയലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് 2-3 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 1320, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1370, അതിനുശേഷം 1420. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഇനി നമുക്ക് അറിയേണ്ടത് അപ്പോളോ മൈക്രോ സിസ്റ്റത്തിനെ പറ്റിയാണ്. ഓഹരി നോക്കുമ്പോൾ ഇന്നലെ 9% നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ ഈ ഒരു മാസം സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ സ്റ്റോക്കിൽ നിന്ന് ഏകദേശം 51% ഒരു റിട്ടേൺ രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വോളിയം കഴിഞ്ഞ മാസം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡിംഗിൽ നടന്നിട്ടുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 257 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ കാണുന്നത് 311, 329, 345. സാർ, ഇനി നമുക്ക് അടുത്തൊരു ഓഹരി എന്ന് പറയുന്നത് അപ്പോളോ ടയറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 4.3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 487 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അപ്പോളോ ടയർസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇന്നലത്തെ ടയർ ഓഹരികളുടെ ഒരു പ്രകടനം കൂടി നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റമാണ് കണ്ടത്. MRF 6%, JK ടയേഴ്സും ഏകദേശം 6% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോഴൊരു ട്രേഡിംഗ് ഇന്നലെ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൽ GSTയുടെ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ടയർ കമ്പനികൾക്കൊക്കെ ഒരു ആനുകൂല്യം കിട്ടും എന്നുള്ളൊരു വാർത്തകളൊക്കെ ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും അപ്പോളോ ടയേഴ്സിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്?
അപ്പോളോ ടയർസിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് നല്ല ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 520 രൂപയിലാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് 440 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. കറന്റ് ലെവൽസിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സാർ, കിറ്റക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ ഏകദേശം 5% ഒരു നേട്ടം കിറ്റക്സിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഏതായാലും നമ്മൾ കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോൾ ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ തുടർന്ന് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കിറ്റക്സ് രേഖപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല ഈ ഒരു മാസം ഇപ്പോൾ നോക്കുമ്പോൾ ഒരു നേട്ടത്തിൽ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസങ്ങളിലുണ്ടായ ഒരു ഇടിവിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു പ്രതീക്ഷ കിറ്റക്സിൽ എന്താണ്? കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് കിറ്റക്സിന്റെ കേസിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 11 വരെ ഈ സ്റ്റോക്ക് ലോവർ സർക്യൂട്ടിലും അതിനുശേഷം അടുത്തൊരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ അപ്പർ സർക്യൂട്ടിലുമായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസിംഗ് നടത്തിയത്. അതേ പാറ്റേൺ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഇത് അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് വോള്യൂം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് തൽക്കാലം ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാർ, ഇനി നമുക്കറിയേണ്ടത് ഓലയുടെ ഒരു വ്യൂ ആണ്. ഓല ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായൊക്കെ തന്നെ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ പക്ഷേ ഒരു ഇടിവ് രേഖപ്പെടുത്തി ഏകദേശം 1%-ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഓലയിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ഏതായാലും ഓലയെ സംബന്ധിച്ച് അറിയേണ്ടത്, ഇപ്പോൾ ഒരു പുതിയ നിക്ഷേപത്തിന് ഓല ഇപ്പോൾ പരിഗണിക്കാം, അതോ ഇനി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷമായിരിക്കണോ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത്? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഓലയിൽ എന്താണ്? ഒലയുടെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് 10 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരിക്കുക. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. ബട്ട് ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നാച്ചുറലി വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 55 മുതൽ 57 ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ജിയോ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.73% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 311 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഏപ്രിലിന് ശേഷമാണ് സ്റ്റോക്ക് വലിയ രീതിയിലൊരു കുതിപ്പ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു ബോട്ടത്തിന് ശേഷമുള്ളൊരു നേട്ടം എന്ന രീതിയിലൊരു ട്രേഡ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 55% നേട്ടം ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു സമയത്തിന് ശേഷം. ഏതായാലും ഈ ജിയോ ഫൈനാൻസിൽ ഇപ്പോൾ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 305 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 320 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സാർ, ഇനി ടാറ്റ പവറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 1.4% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 386 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഓയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഓൾമോസ്റ്റ് ഒരു 20%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ടാറ്റ പവറിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ പവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവെന്ന് അറ്റ് ദിസ് പോയിന്റ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് ഒത്തിരി റെസിസ്റ്റൻസ് 400 മുതൽ 420 രൂപയ്ക്കിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 370 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. സാർ, ഏതായാലും അവസാനമായ ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് മൊബിക്വിക്കാണ്. മൊബിക്വിക്കിനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം 18%-ൻ്റെയൊക്കെ ഒരു മുന്നേറ്റമാണ് നമുക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 280 എന്നുള്ളൊരു പ്രൈസാണ് നമ്മൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് 2024 ഡിസംബറിലായിരുന്നു ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴൊരു ബോട്ടം കണ്ടോ ഈ ഒരു സ്റ്റോക്കിൽ? താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, സ്റ്റോക്കിന്റെ നിലവിലുള്ള ട്രെൻഡ് ഇസ് ബെയറിഷ്, ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ്. ബട്ട് നമുക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29 ആയിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ കാണാൻ സാധിച്ച 219 രൂപ 20 പൈസ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരിക്കും. ആ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം നമുക്ക് ആ ഒരു ലോ ലെവലിന് മുകളിൽ നമുക്കൊരു ബോട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും.
താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിലും സഫാനും ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.